എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇബ്രാഹിം ബന്ദിയോട്. മക്ക മരുഭൂമിയിൽ ഹാജറയും കുഞ്ഞ് ഇസ്മായിലും ഒരിക്കൽ ഒറ്റപ്പെട്ടുപോയി. കുഞ്ഞ് ദാഹിച്ച് കരഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഹാജറ അള്ളാഹുവിനെ ധ്യാനിച്ച് സഫ മർവ എന്നീ കുന്നുകളിൽ ഓടിക്കയറി. അവിടെ കുഞ്ഞിനെ കിടത്തി. കുഞ്ഞ് കാലിട്ടടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ഭുതം! കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് ഒരു ഉറവ പൊട്ടിയൊഴുകുന്നു. അതാണ് സംസം. ഇന്ന് ബലിപ്പെരുന്നാളിൻ സുദിനമല്ലേ, പരിശുദ്ധ മക്ക നാട്ടിൽ ലക്ഷങ്ങളെത്തി. ഇബ്രാഹിം നബിയുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ടൊരിക്കൽ നാം ഈ ദിനത്തിൽ ആശംസിക്കുന്നു. എന്റെ പെരുന്നാൾ ആശംസ ഇന്ന് നേരിടുന്നു ഞാൻ. ഇന്ന് ബലിപ്പെരുന്നാളിൻ സുദിനമല്ലേ, പരിശുദ്ധ മക്ക നാട്ടിൽ ലക്ഷങ്ങളെത്തി. ഇബ്രാഹിം നബിയുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ടൊരിക്കൽ നാം ഈ ദിനത്തിൽ ആശംസിക്കുന്നു. എന്റെ പെരുന്നാൾ ആശംസ ഇന്ന് നേരിടുന്നു ഞാൻ. ഇബ്രാഹിം നബിയുടെ വിശ്വാസവും അള്ളാഹുവിന്റെ മുന്നിലെ സമർപ്പണവും പരീക്ഷിച്ച ബലിദിനത്തിന്റെ മഹത്വമാണ് ഹജ്ജ് കർമ്മത്തിലൂടെ ലോക മുസ്ലിം ജനത അനുസ്മരിക്കുന്നത്. ഇബ്രാഹിം നബി അള്ളാഹുവിനായി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറാവുന്നു. ആ സ്മരണ ഇന്നും ലോക മുസ്ലിം ജനതകൾ കൊണ്ടാടുന്നു. മുസൽമാന്റെ ഹൃദയത്തിൽ അഹദോന്റെ കനിവിന്റെ തേന്മഴ ചൊരിയുന്നില്ലേ, കനിവിന്റെ തേന്മഴ ചൊരിയുന്നില്ലേ. തക്ബീറിന്റെ മണിനാദം ദുനിയാവിൽ അലയാടിച്ചുയരുന്ന ബലിപെരുന്നാൾ.